ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന. തുടർച്ചയായി മൂന്നാമത്തെ തോൽവിയാണ് ഇന്നലെ ചെന്നൈ സൂപ്പർ കിങ്സിന് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ 43 റൺസിനാണ് CSKയെ പരാജയപ്പെടുത്തിയത്. വൈരികളോടും പരാജയപ്പെട്ടു എന്നുള്ളത് CSKയുടെ ആരാധകർക്ക് നിരാശ നൽകുന്ന കാര്യമാണ്. എന്നാൽ അതിനേക്കാൾ നിരാശ നൽകുന്ന കാര്യം എന്തെന്നാൽ വലിയ ഹൈപ്പോട് കൂടി ചെന്നൈ സൂപ്പർ കിങ്സിൽ എത്തിയ സഞ്ജുവിന് ഇപ്പോൾ താളം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. മോശം തുടക്കമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 3 മത്സരങ്ങളിൽ നിന്ന് കേവലം 22 റൺസ് മാത്രമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല രുദ്രാജ് ഗെയ്ക്വാദും തിളങ്ങുന്നില്ല. ഓപ്പണർമാരുടെ ഒരു മോശം പ്രകടനം CSKക്ക് ഇപ്പോൾ വലിയ രൂപത്തിൽ തലവേദനയാകുന്നുണ്ട്. ഇങ്ങനെ മോശം സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പരിശീലകനായ സ്റ്റീഫൻ ഫ്ലെമിംഗ് സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കൂടുതൽ റൺസുകൾ നേടാനും ടീമിനെ സഹായിക്കാനും സഞ്ജു അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. ഋതുരാജും അങ്ങനെ തന്നെയാണ്. T20 ക്രിക്കറ്റിൽ മാറ്റങ്ങൾ വളരെ വേഗത്തിൽ സംഭവിക്കും. ഒരു ബാറ്റർ ഫോമിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടതാണ്. നന്നായി ആധിപത്യം പുലർത്താനും അപകടകാരിയാവാനും കഴിവുള്ള താരമാണ് സഞ്ജു. അതുകൊണ്ട് തന്നെ സഞ്ജു മഞ്ഞ ജേഴ്സിയിൽ തൻ്റെ ആ ഒരു വഴി വെട്ടി തുറക്കുമ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാവിധ പിന്തുണയും ആത്മവിശ്വാസവും അദ്ദേഹത്തിന് നൽകും. ഇതാണ് സ്റ്റീഫൻ ഫ്ലെമിംഗ് പറഞ്ഞിട്ടുള്ളത്. അതായത് എല്ലാ കോൺഫിഡൻസും സപ്പോർട്ടും അദ്ദേഹത്തിനുണ്ട്. സഞ്ജു ഫോമിലായി കഴിഞ്ഞാൽ അത് വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും. അദ്ദേഹം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ ആണ് എന്നൊക്കെയാണ് സ്റ്റീഫൻ ഫ്ലെമിംഗ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ വേൾഡ് കപ്പിൽ അവസാന മത്സരങ്ങളിലൊക്കെ തകർപ്പൻ പ്രകടനം നടത്തിയ താരമാണ് സഞ്ജു. പക്ഷേ IPL എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഫോമിൽ മാറ്റം വന്നു. എത്രയും പെട്ടെന്ന് അദ്ദേഹം ഫോമിലേക്ക് തിരിച്ചെത്തണം എന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകരുടെ പ്രാർത്ഥനകൾ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു കാണാം.